ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏതാണ്ട് നിർണായക ഘട്ടത്തിലാണ് എന്ന് പറയാം. ഗംഗാവലി പുഴയിലെ ദൗത്യമേഖലയിൽ നിന്ന് വീണ്ടും അർജുൻ്റെ വാഹനത്തിൽ തടികൾ ബന്ധിക്കാൻ ഉപയോഗിച്ച വടം, ആ കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയറുകളെന്ന് പിന്നീട് ഈ ലോറി ഉടമ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ കണ്ടെത്തിയ ഒരു അസ്ഥി, ഒരു ഭാഗം, അത് മനുഷ്യൻ്റേതാണോ എന്ന് ഇന്ന് സ്ഥിരീകരിക്കും. അക്കാര്യത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് വരാനിരിക്കുന്നുണ്ട്. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ തൃപ്തികരമാണെന്ന് അർജുൻ്റെ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അർജുൻ്റെ വാഹനത്തിൻ്റേത് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ച ക്രാഷ് ഗാർഡ് അല്പസമയം മുമ്പ് കണ്ടെത്തിയ കാര്യം ഇപ്പോൾ ഉടമ മനാഫ് സ്ഥിരീകരിച്ചത്. ആ ഭാഗത്ത് കൂടുതൽ പരിശോധന വേണം എന്നാണ് ഈ മനാഫിൻ്റെ പ്രതികരണം. ഒരുപക്ഷെ മുങ്ങൽ വിദഗ്ധരെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്, അതിന് സമയമെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ആ സാധ്യതയുണ്ട്. വീണ്ടും അവിടെ ലോഹഭാഗം കണ്ടെത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് ആ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അലക്സ്, ഈ ഭാഗത്താണ് നേരത്തെ നാവികസേനയുടെ സോണാർ സിഗ്നലിൽ വലിയ ഒരു വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ഒരു പ്രൊഫൈൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നു, ക്രാഷ് ഗാർഡ് കണ്ടെത്തുന്നു, തടി കെട്ടാൻ ഉപയോഗിച്ച കയറ് കണ്ടെത്തുന്നു. അപ്പോൾ ഈ വാഹനം അവിടെ ഉണ്ടെന്ന് ഒരു ആ തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകാവുന്ന തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? വിജയകുമാർ, നിസ്സംശയം പറയാം. കാരണം ഈ 3 ഘട്ട ദൗത്യം ആരംഭിച്ചും ഇത്രയും അധികം വസ്തുക്കൾ ഒരു പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത് ഇതാദ്യമാണ്. ഈ പോയിന്റിൽ നിന്ന് കൂടുതൽ വസ്തുക്കൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹിറ്റാച്ചിക്ക് നേരെ പുറകിലായി വെച്ചിരിക്കുന്നത് ഒരു ലോഹഭാഗമാണ്. ഒരു ചുവന്ന നിറം പോലെ അത് കാണപ്പെടുന്നുണ്ട്. അതൊരു ലോഹഭാഗമാണ്. അത് ഏതോ വാഹനത്തിന്റെ ഒരു കഷണമാണത്. അതെന്താണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അല്പം മുമ്പാണ്, അതായത് നമ്മൾ ഈ ലൈവിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഈ യന്ത്രക്കൈ ഈ മണ്ണിൽ നിന്ന് അത് ഉയർത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ ഭാഗത്ത് അത് വെച്ചത്. ഇവിടെ നിന്ന് തന്നെ നേരത്തെ ഒരു ക്രാഷ് കാർഡിന്റെ ഒരു പീസ് അത് നേരത്തെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതും അർജുന്റെ ട്രക്കിലേതാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരു പീസ് മാത്രമാണ്. ആ പീസ് പോലും കണ്ടാൽ തനിക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ലോറിയുടെ പുറത്തുള്ള ഭാഗങ്ങളാണ്. മാത്രമല്ല ഈ ട്രക്കിലെ തന്നെ കൂടുതൽ റോപ്പിന്റെ ഭാഗങ്ങൾ ഇതിന് ചുറ്റുമെമ്പാട് നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് വിജയകുമാർ. ചുറ്റുമെമ്പാട് നിന്ന് റോപ്പിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഡൈവർമാർ ഇറങ്ങി, ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ ഇറങ്ങി മുങ്ങിത്തപ്പിയുള്ള പരിശോധനയിൽ റോപ്പിന്റെ വലിയൊരു ഭാഗം അവർ കണ്ടെത്തിയിരുന്നു. അവർ തന്നെ അത് കരക്കല്ല, മറ്റൊരു വള്ളത്തിലേക്ക് അവർ റോപ്പിന്റെ ഭാഗം മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഈ പരിശോധനയിൽ 2-3 ഇടങ്ങളിൽ നിന്ന് റോപ്പിന്റെ കഷ്ണങ്ങൾ വീണ്ടും ഈ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ഡീപ് ഡൈവിന്റെ ആവശ്യമുണ്ട്. ആ ഡീപ് ഡൈവ് നടത്തുന്നതിന് മുമ്പ് നിലവിൽ അവിടെയുള്ള മണ്ണും കല്ലും അതുപോലെ മറ്റു വസ്തുക്കളും അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും ഒരു കൃത്യമായ ധാരണ, അർജുന്റെ ട്രക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ലഭിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിജയകുമാർ. അത് ഇവിടെ ഒരു ഡീപ് ഡൈവിന്റെ അത്യാവശ്യമുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വസ്തുക്കൾ. അതായത് അലക്സ് തുടരുക. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന പുരോഗമിക്കുന്ന തെരച്ചിലിൽ അവിടെ ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നു. ആ ലോഹഭാഗം എന്നത് ഇപ്പോൾ കാണുന്നതാണ്. ആ യന്ത്രക്കൈക്ക് തൊട്ട് ഒപ്പം ഇരിക്കുന്നത് ലോഹഭാഗം. അത് ആ ഭാഗത്തു നിന്ന് നേരത്തെ ക്രാഷ് ഗാർഡ് കണ്ടെത്തി. അവിടെ നിന്ന് കുറെ തടിക്കഷ്ണങ്ങൾ കിട്ടി. അത് കെട്ടാൻ ഉപയോഗിച്ച കയറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കിട്ടി. അപ്പോൾ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പരിശോധനയാണ് നടക്കുന്നത്. നാവികസേന അവിടുത്തെ തെരച്ചിലിൽ അത് മാർക്ക് ചെയ്തൊരു പ്രദേശമാണ്. അവിടെ സോണാർ സിഗ്നലിൽ ഒരു വലിയ പ്രൊഫൈലുള്ള, എന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെതെന്ന് സംശയിക്കാവുന്ന ലോഹ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇത് ദൃശ്യങ്ങളിൽ കാണുന്ന ഇത് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു ലോഹഭാഗം അതവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നത് കുറെ കൂടി റിസൾട്ട് അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്ന തെരച്ചിലാണെന്ന് തോന്നുന്നു, അല്ലേ ഹാഷ്മി? ഉറപ്പായും വിജയകുമാർ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് തുടങ്ങിയതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയുടെ വാർത്തകൾ തന്നെയാണ് ശിരൂരിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ശിരൂരിൽ നമ്മളവിടെ പോയതാണ്. അവിടെ ദിവസങ്ങൾ 6-7 ദിവസം നമ്മൾ അവിടെ തമ്പടിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോഴൊക്കെയും ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കിട്ടുന്നു എന്നതല്ലാതെ അതിൻ്റെ ആ സിഗ്നലിൻ്റെ ഉറവിടം തേടിപ്പോകുമ്പോൾ വലിയ നിരാശയുടെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ആ നിരാശ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരുന്നില്ല. അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂചന തേടിയിരിക്കുന്ന അർജുൻ്റെ വീട്ടുകാർക്കും കേരളത്തിലുമൊക്കെ ചെറുതല്ലാത്ത വലിയ നിരാശകളുടെ ദിവസങ്ങൾക്ക് ശേഷം ഈ ഡ്രഡ്ജിംഗ് തുടങ്ങിയതിന് ശേഷം പ്രതീക്ഷയുടെ വാർത്തകൾ വരുന്നു. ഇന്നെന്തായാലും ഈ ദൗത്യത്തിലെ എന്ന് പറഞ്ഞാൽ അർജുനെയും അർജുൻ്റെ
അർജുനെയും അർജുൻ്റെ ലോറിയും കാണാതായതിനു ശേഷമുള്ള ദൗത്യം തുടങ്ങിയ ആ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്ന് എന്ന് ഉറപ്പായും പറയാം. കാര്യം ഇന്ന് ഏറ്റവും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കിട്ടിയെങ്കിൽ കൂടിയും അത് വാഹനങ്ങളുടെ ഭാഗം ഈ പറയുന്ന അതിനുള്ളിൽ നിന്നും ക്ലാമ്പ് ഉപയോഗിച്ച് ഉയർത്തുമ്പോഴേക്കും മനാഫ് അത് കാണും. അത് കാണുമ്പോഴേക്കും അതെൻ്റെ വണ്ടിയുടേതല്ല എന്ന് പറയും. വീണ്ടും നിരാശ. അങ്ങനെ ഡ്രഡ്ജിങ് തുടങ്ങി ആദ്യ 2 ദിവസം നമുക്ക് നിരാശ തന്നെയാണെങ്കിൽ ഇന്നിപ്പോൾ വരുന്നത് ഏറ്റവും പ്രതീക്ഷയുടെ ഒരു വാർത്തയാണ്. അത് മനാഫിന്റെ വണ്ടിയുടെ ഭാഗങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. ക്രാഷ് ഗാർഡ് കണ്ടെത്തുന്നു. വണ്ടിയുടെ കൂടുതൽ ഭാഗങ്ങൾ, ലോഹഭാഗങ്ങൾ അതിന് ചുറ്റും കണ്ടെത്തുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടെത്തിയ വാഹനഭാഗങ്ങളൊക്കെ അങ്ങേയറ്റം ചിതറിയ അവസ്ഥയിലുള്ള വാഹനഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ജസ്റ്റ് ക്യാബിൻ്റെ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ടയറും ആക്സിലും ചേർന്ന ഭാഗം മാത്രം. അതിനിടയിൽ വണ്ടികളുണ്ട്. അത് അർജുൻ്റെ വാഹനം മാത്രമല്ല, മനാഫിൻ്റെ വാഹനം മാത്രമല്ല, കുറേയധികം വണ്ടികളുണ്ട് എന്ന സംശയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ പരിശോധനയിൽ ഈ പറഞ്ഞ ഗംഗാവലി പുഴയ്ക്കടിയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഈ വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം ചിതറിത്തെറിച്ച അവസ്ഥയിലുള്ള വാഹനങ്ങളാണ് അതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കണ്ടെത്തുന്ന ഈ ലോഹഭാഗങ്ങൾ, ഈ പറയുന്ന ക്രാഷ് ഗാർഡ്, അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കിട്ടുകയാണ്. നൽകുന്ന സൂചന ഒരു ക്യാബിൻ ഇൻടാക്റ്റായി എന്തായാലും അതിനുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താകും അർജുൻ്റെ അവസ്ഥ എന്ന ചോദ്യങ്ങളൊക്കെ, ഒരുപക്ഷെ സങ്കടകരമായ ചോദ്യങ്ങളൊക്കെ കൂടുതൽ പ്രസക്തമാകുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുന്നു. വിജയകുമാർ, എന്തായാലും ഈ ക്രാഷ് ഗാർഡ് അത് നൽകുന്ന പ്രതീക്ഷ ചെറിയ പ്രതീക്ഷയല്ല. കാര്യം അർജുൻ്റെ വണ്ടിയും കാണാതായിട്ട് ദിവസങ്ങൾ ഇത്രയായി. മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി ഒരു സംവിധാനത്തിന് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ ചെയ്യുന്നു എന്ന പ്രതീതി അവിടെ ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടാതിരിക്കും. നമ്മുടെ സംവിധാനങ്ങൾ ഇത്രയേ ഉള്ളോ എന്ന സംശയങ്ങളൊക്കെ ഉയർന്നു വന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. നിരാശയുടെ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ വണ്ടി ഈ വാഹനം ഗംഗാവലി പുഴയിൽ തന്നെയാണ് എന്ന സ്ഥിരീകരണം ഈ സമയം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ വാഹനം ഗംഗാവലി പുഴയിൽ തന്നെയുണ്ട്. നേരത്തെ അങ്ങനെ പലയാവർത്തി പരിശോധനയും കിട്ടാത്തപ്പോൾ ഇത് അഴിമുഖത്തോട് ചേർന്ന ഭാഗമാണ്. കൊടിയ ഒഴുക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട് വാഹനവും അർജുനും ഒക്കെ കടലിലേക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അർജുൻ ഓടിച്ച അർജുന്റെ ലോറി. ഇതാണ് ഈ അപകടത്തിൽപ്പെട്ട ലോറി. അതിൽ തടികളൊക്കെ കെട്ടി ആ യാത്രയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. ആ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ ആ ലോഹഭാഗങ്ങളുമാണ്. ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട്. ആ ക്രാഷ് ഗാർഡ് കിട്ടിയതിന് ശേഷം ചില ലോഹഭാഗങ്ങൾ കിട്ടി. ഇത് രണ്ടും ഈ നമ്മൾ ഈ കാണുന്ന അർജുന്റെ ലോറിയുടേത് തന്നെയാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനാഫ് നേരത്തെ അത് വിശദീകരിക്കായിരുന്നു. അതായത് മനാഫ് പറയുന്നത് ഈ ലോറി അതിൻ്റെ ക്യാബിൻ അത് ചിതറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ ഭാഗത്തു നിന്ന് കണ്ടെത്തണം. ഈ ക്യാബിൻ്റേതെന്ന് സംശയിക്കാവുന്ന ഒരു ഭാഗവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ മനാഫ് സംശയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കരുതുന്ന ആ ലോറിയുടെ ക്യാബിൻ ചിതറിപ്പോയിട്ടില്ല. അത് അതേ നിലയിൽ ഒന്നുകിൽ മണ്ണിനടിയിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു ഭാഗത്ത് എവിടെയെങ്കിലും അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ ക്യാബിനിലാണ് നമ്മൾ തിരയുന്ന അർജുൻ കുടുങ്ങിയിട്ടുണ്ടാവുക. അർജുൻ എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ആ ക്യാബിനിൽ ഒരു ഉത്തരം ഉണ്ടാകും എന്ന് മനാഫ് തന്നെയല്ല, മുഴുവൻ മലയാളികളും ആ ചോദ്യത്തിന് ഉത്തരം തേടുന്നുണ്ട് ഈ തെരച്ചിലിൽ. ഇപ്പോൾ ഈ കാണുന്ന ലോറി ഇത് തടികൾ കെട്ടി നിറച്ചതാണ്. ആ തടിക്കെട്ടിൻ്റെ ഭാഗങ്ങൾ പലതായി ചിതറിയിട്ടുണ്ട്. അപ്പോൾ ഈ തടിയുടെ പല ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കയറ് കെട്ടാൻ ഉപയോഗിച്ച കയറ് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കയറ് ഈ പുഴയുടെ അടിത്തട്ടിൽ വളരെ ദീർഘമായി അതിങ്ങനെ കൂടിക്കിടക്കുന്നത് നേരത്തെ നാവികസേന കണ്ടെത്തുകയും അതിൻ്റെ ഒരു ഭാഗം അവരുടെ മുങ്ങൽ വിദഗ്ധർ ഈ പുഴയിലെ തെരച്ചിലിൽ നിന്ന് മുറിച്ച് മുകളിൽ കൊണ്ടുവരികയും അത് അർജുൻ്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തതാണ്. അന്ന് മനാഫ് പറഞ്ഞത് ഈ കയറ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടേതാണോ എന്ന് പോലും ചോദിക്കാതെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ, അത് എൻ്റെ വാഹനത്തിൻ്റെതാണെന്ന് മനാഫ് ഈ നാവികസേനാംഗങ്ങളോട് പറഞ്ഞ് അവരുടെ ഒരു തരം പരീക്ഷണം അവർ നടത്തി അതിൽ ഇത് ഈ വാഹനത്തിൻ്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ് അത് അർജുൻ്റെ വാഹനത്തിൻ്റേത് തന്നെയാണ്, മനാഫിൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനത്തിൻ്റേത് തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ കൂടുതൽ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തും. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. യന്ത്രക്കൈ ഇതാ പുറത്തേക്ക് എടുക്കുന്നത് അതിലെ ലോഹഭാഗങ്ങൾ തന്നെയാണ്. അത് നേരത്തെ ഈ വടം കണ്ടെത്തിയ, തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയ, ഇതിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ കണ്ടെത്തിയ അതേ സ്ഥലത്ത് നിന്ന്, അതേ ഭാഗത്ത് നിന്ന് ക്രാഷ് ഗാർഡ് കണ്ടെത്തി. തൊട്ടു പിന്നാലെ ഒടിഞ്ഞു മടങ്ങിയ നിലയിൽ ചില ലോഹഭാഗങ്ങളും കണ്ടെത്തി. അപ്പോൾ ഇത് മുഴുവൻ ആ പ്രദേശത്തുനിന്ന് കണ്ടെത്തുകയും അത് മനാഫിൻ്റേതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രതീക്ഷ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു തെരച്ചിൽ, ഒരു ദിവസമാണ് എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ട്. അർജുൻ എന്തു പറ്റി, അർജുൻ ആ ക്യാബിനിൽ കുടുങ്ങിയിട്ടുണ്ടോ? മനാഫ് പറയുന്ന പോലെ വണ്ടി വേണ്ട, വാഹനമൊന്നും വേണ്ട, അതിൻ്റെ ക്യാബിൻ കണ്ടെത്തി അതിൽ അർജുൻ എന്തു പറ്റിയെന്ന ചോദ്യം നമുക്ക് അതിനൊരു ഉത്തരം കിട്ടുക മാത്രമാണ് ഇനി വേണ്ടത്. അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ്. ഇപ്പോൾ ഈ ആളുകളെല്ലാം കൂട്ടി നാവികസേന എത്തുന്നുണ്ട്.
യന്ത്രസാമഗ്രികൾ എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ വേലി ഇറക്കം തുടങ്ങുന്നതോടെ അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയും എന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന ഒരു ദിവസം, ആ ദിവസം അതിൻ്റെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറെ കൂടി ചോദ്യങ്ങൾക്ക് ആ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നിർണായക ഉത്തരം കിട്ടിയേക്കും.